നമസ്തേ. ഓം നമ ശിവായ. എല്ലാവർക്കും ആത്മാ പ്രണാമം. ശരയോഗ പഠനം ആരംഭിക്കുന്നതിന് മുമ്പായി നടക്കുന്ന ആമുഖ ക്ലാസ്സുകളിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ ആധുനിക കാലഘട്ടത്തിൽ ശരയോഗം പരിശീലിക്കുന്നതിൻ്റെ പ്രസക്തി എന്താണ്? മറ്റ് സമ്പ്രദായങ്ങളിൽ നിന്ന് ശരയോഗത്തിന് അല്ലെങ്കിൽ ശരനൂൽ യോഗത്തിന് സ്വരയോഗത്തിനുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇത് പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ്? ശരയോഗം അല്ലെങ്കിൽ ശരശാസ്ത്രം, സ്വരയോഗം എങ്ങനെ വ്യത്യസ്ത പേരുകളിൽ ഇതറിയപ്പെടുന്നു. നമ്മൾ ആദ്യ ക്ലാസ്സുകൾ മുതൽ പറയുന്നുണ്ട്, ശരം, സ്വരം എന്ന് പറയുന്നത് ശ്വാസമാണ്. ആ ശ്വാസത്തിന് പിന്നിലെ മറ്റൊരു ശക്തിയായ പ്രാണനാണ്. ശരയോഗം എന്ന വാക്കിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ശ്വാസത്തെ അല്ലെങ്കിൽ അതിന് പിന്നിലെ സൂക്ഷ്മശക്തിയായ പ്രാണനെ യോഗം ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ചേർക്കുക എന്നുള്ള അർത്ഥമാണുള്ളത്. യൂണിയൻ. ആരുമായി ഒന്ന് ചേർക്കുക? നമ്മുടെ ഉള്ളിലുള്ള പ്രാണശക്തിയെ, പ്രാണൻ കേന്ദ്രീകരിക്കപ്പെടുന്ന 6 എനർജി പോയിന്റുകളായിരിക്കുന്ന ചക്രങ്ങളെ, ആ ചക്രങ്ങളിലുള്ള ശക്തി ചൈതന്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ജീവാത്മാ ചൈതന്യത്തെ അല്ലെങ്കിൽ ജീവചൈതന്യത്തെ പരമാത്മാ ചൈതന്യവുമായിട്ട് യോജിപ്പിക്കുന്ന വിദ്യയാണ് ശരയോഗം എന്ന് പറയുന്നത്. ഓക്കെ, ശരയോഗം. ശരം എന്ന് പറഞ്ഞാൽ ശ്വാസം, ശ്വാസത്തിന് പിന്നിലെ പ്രാണൻ, നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ജീവശക്തിയായ പ്രാണൻ. ആ പ്രാണനെ നമ്മുടെ സഹസ്രാരത്തിൽ കുടികൊള്ളുന്ന പരമാത്മാ ചൈതന്യവുമായി ഒന്നു ചേർക്കുന്ന വിദ്യയാണ് ശരയോഗം എന്ന് പറയുക. മനുഷ്യനെ ജീവാത്മാവെന്നും ഈശ്വരനെ പരമാത്മാവെന്നും പറയും എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലെ. അനേകം നദികൾ പല സ്ഥലങ്ങളിലൂടെ ഒഴുകുന്നു. ആ നദികൾ ഏകമായ സമുദ്രത്തിൽ വന്ന് ചേരുന്നു. നദികൾ പല സ്ഥലങ്ങളിൽ ഒഴുകുമ്പോൾ പല പേരുകളുണ്ട്. ഗംഗയെന്നും യമുനയെന്നും ബ്രഹ്മപുത്രയെന്നും ഗോദാവരി എന്നും ഒക്കെ നമ്മൾ വിളിക്കും. ഈ നദികളിലെ ജലം സമുദ്രത്തിൽ വന്ന് ചേരുമ്പോൾ ഇത് ഗംഗയിലെ ജലം, ഇത് യമുനയിലെ ജലം, ഇത് ഗോദാവരിയിലെ ജലം എന്ന് പറയാൻ സാധ്യമല്ല. അപ്പോൾ അത് സമുദ്രജലമാണ്. എന്നതുപോലെ നാം ഓരോ മനുഷ്യരും ഈശ്വരാംശങ്ങളാണ് എന്നാണ് ശരയോഗം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഈശ്വരാംശങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നദികളായി നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ജീവാത്മാക്കളായി നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ജീവാത്മാക്കളാകുന്ന നദികളായി നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അവസാനം നമ്മൾ എവിടെയാണ് ചെന്ന് ചേരേണ്ടത്? നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? ആ സമുദ്രമാണ്, പരമാത്മാവാകുന്ന സമുദ്രമാണ്. ജീവാത്മാ പരമാത്മാലയനം യോഗ എന്ന് യോഗയെ പറ്റി പറയാറുണ്ട്. സംയോഗോ യോഗയുക്തിത്വോ ജീവാത്മാ പരമാത്മനോ. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഒന്നുചേരലാണ് യോഗം. ചിത്തവൃത്തി നിരോധ എന്ന അഷ്ടാംഗയോഗത്തിൽ പതഞ്ജലിയും പറഞ്ഞിട്ടുണ്ട്. ചിത്തവൃത്തികളെ നിരോധിച്ചുകൊണ്ട്, ഉള്ളിലെ ഇളക്കങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള പരമാത്മാ ചൈതന്യവുമായി, ബോധവുമായി നമ്മൾ ഒന്നുചേരുന്ന അവസ്ഥ. ഞാൻ ഈ പറഞ്ഞത് ശരയോഗത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യത്തെക്കുറിച്ചിട്ടാണ്. അതായത് ഇതൊരു ആത്മവിദ്യയാണ്, ഇതൊരു മോക്ഷവിദ്യയാണ്. ഇത് ഈശ്വര സാക്ഷാത്കാരത്തിന്, മനുഷ്യജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ് എന്നാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത്. എങ്ങനെയെങ്കിലും തിന്ന് കുടിച്ച് രമിച്ച് മരിച്ചു പോകാനുള്ളതല്ല ഈ ജന്മം എന്നാണ് പറയുക. അത് ഏതൊരു ജീവിക്കും ഭൂമിയിൽ സാധിക്കും. ഒരു പുഴുവിന് പോലും സാധിക്കുന്ന കാര്യമാണ് ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, മൈഥുനത്തിൽ ഏർപ്പെടുക, സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുക, അങ്ങനെ മരിച്ചു പോവുക. മനുഷ്യജീവിതം അതിന് മാത്രമുള്ളതല്ല, അത് ഭൗതികമാണ്. നമുക്ക് ഈ ജീവാത്മാവ് ഈ ഭൂമിയിൽ ജന്മമെടുത്തതിന് പിന്നിൽ മറ്റൊരു ഉദാത്ത ലക്ഷ്യം നേടേണ്ടതുണ്ട്. അത് ഇതിൻ്റെ ആത്യന്തിക തലമായ പരമാത്മാവുമായി ഒന്നുചേരലാണ് എന്നാണ് ഋഷികൾ പറയുക. ഞാൻ ഈ പറയുന്നത് ശരനൂൽ യോഗത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ലക്ഷ്യത്തെക്കുറിച്ചാണ്. എന്നാൽ അതുമാത്രമല്ല, മോക്ഷം നേടുന്ന മോക്ഷവിദ്യ മാത്രമല്ല, ഈശ്വര സാക്ഷാത്കാരം നേടുന്ന വിദ്യ മാത്രമല്ല ശരയോഗം. അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോഴുള്ള ജീവിതം ഉണ്ടല്ലോ, ഇപ്പോഴുള്ള ജീവിതത്തിൽ നമ്മൾ ഭൗതിക ജീവിതം, ലൗകിക ജീവിതം എന്ന് നമ്മൾ പറയും. മറ്റത് ആത്മീയ ജീവിതം എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ ലൗകിക ജീവിതത്തിൽ നമ്മളെല്ലാവരും മനുഷ്യരാണ്. ശരീരവും മനസ്സും ബുദ്ധിയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുക. പക്ഷെ നമ്മൾ ശരീരത്തെ നമ്മൾ ആരോഗ്യപൂർവ്വം സംരക്ഷിക്കാറുണ്ട്. മനസ്സിൻ്റെ ശക്തിക്ക് വേണ്ടിയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ബുദ്ധിക്ക് ഏകാഗ്രത വരുത്താനുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മുടെ ഉള്ളിലെ ആത്മചൈതന്യത്തെ ഉണർത്തുന്നതിനുള്ള വിദ്യകൾ നമ്മൾ ചെയ്യാറില്ല. നമ്മുടെ ഉള്ളിലെ ആത്മചൈതന്യം അല്ലെങ്കിൽ കുണ്ഡലിനി ശക്തി അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള പ്രാണചൈതന്യം ആക്ടിവേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ഭൗതിക ജീവിതവും സന്തോഷഭരിതമാകുന്നത്.
നമ്മൾ ഇന്ന് നേരിടുന്ന ശാരീരിക രോഗങ്ങളാവട്ടെ, മാനസിക രോഗങ്ങളാകട്ടെ, ബുദ്ധിപരമായ പ്രശ്നങ്ങളാവട്ടെ, ഇതിനെല്ലാം പരിഹരിക്കാൻ നമ്മുടെ ഉള്ളിലെ ആത്മതലം, പ്രാണചൈതന്യം ആക്റ്റീവായാൽ നമുക്ക് സാധിക്കും എന്നാണ് യോഗിമാർ പറയുക. അതിന് സഹായിക്കുന്ന വിദ്യയാണ് ശരവിദ്യ. ശരയോഗം എന്താണെന്ന് പറഞ്ഞു. ശരം, ശ്വാസം, പ്രാണൻ. യോഗം അത് ആത്യന്തിക തലമായി ബ്രഹ്മചൈതന്യവുമായി ഒന്നു ചേരുന്ന അവസ്ഥയാണ് ശരയോഗം എന്ന് പറയുക. ഇതിന് ശരനൂൽ എന്ന് പറയാറുണ്ട്. ചരനൂൽ, ശരനൂൽ. ഇവിടെയും ശരത്തിന് ശ്വാസം അല്ലെങ്കിൽ പ്രാണൻ എന്നൊരർത്ഥമുണ്ട്. നൂൽ എന്നുള്ളതിന് ശാസ്ത്രം എന്നൊരർത്ഥം പറയാറുണ്ട്. നൂൽ എന്നുള്ളതിന് ശരീരം എന്നൊരർത്ഥമുണ്ട്. നൂൽ എന്നുള്ളതിന് ശാസ്ത്രം എന്നൊരർത്ഥമുണ്ട്. നൂൽ എന്നുള്ളതിന് നമ്മുടെ ഉള്ളിലെ സൂക്ഷ്മനാഡികൾ എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ ശരശാസ്ത്രം എന്ന് പറഞ്ഞാൽ പ്രാണൻ്റെ ശാസ്ത്രം. ശരിക്കും നമ്മൾ ഈ ശരവിദ്യയുടെ ഉദ്ഭവത്തെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഇത് ഉത്ഭവിച്ചത് ഭഗവാൻ ശ്രീ പരമശിവനിൽ നിന്നാണെന്നാണ് പറയുക. മഹാദേവനിൽ നിന്ന് ഉദ്ഭവിച്ച ശാസ്ത്രമാണ് ശരവിദ്യ. മഹാദേവൻ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരുടെയും ഈശ്വരനാണ്. നമ്മൾ ഇന്ന് കാണുന്ന മതം എന്ന ചിന്ത മാറ്റിവെക്കുക. മതം മനുഷ്യനുണ്ടാക്കിയതാണ്. പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന മഹാചൈതന്യമാണ്, മഹാശക്തിയാണ്. നമ്മുടെ ഉള്ളിലെ ജീവചൈതന്യമാണ്, നമ്മുടെ ഉള്ളിലെ പ്രാണചൈതന്യമാണെന്ന് പറയും. അപ്പോൾ ശരയോഗത്തിൻ്റെ ഉദ്ഭവത്തെപ്പറ്റി നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഈ വിദ്യ ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്തുവെന്നും, പാർവതി ഒരു സമ്പ്രദായത്തിലേക്ക് നമ്മൾ പഠിക്കുമ്പോൾ നന്ദിദേവർക്ക് ഉപദേശിച്ചു കൊടുത്തുവെന്നും, നന്ദിദേവൻ കാലാങ്കിനാഥന് ഉപദേശിച്ചു കൊടുത്തു. കാലം എന്ന് പറഞ്ഞാൽ ശ്വാസം എന്നാണ് അർത്ഥം, അല്ലേ? അങ്കി എന്ന് പറഞ്ഞാൽ ആഭരണം. അതായത് ശ്വാസത്തെ ആഭരണമാക്കിയവനാരോ, അതായത് ശ്വാസവിദ്യയിൽ പ്രാവീണ്യം നേടിയ ആരോ, ആ ഋഷിയെയാണ് നമ്മൾ കാലാങ്കിനാഥർ എന്ന് പറയുക. അതിന് വെറുതെ ഒരു അർത്ഥം വന്നതല്ലേ. ഇപ്പം നമ്മൾ വായുപുത്രൻ എന്ന് നമ്മൾ ഹനുമാനെ പറയാറുണ്ട്, അല്ലേ? വായുപുത്രൻ എന്ന് പറഞ്ഞാൽ എന്താ? വായുവിനെ അടക്കിയവനാണ് ഹനുമാൻ എന്ന് വെച്ചാൽ വളരെ വലിയൊരു ശരയോഗിയായിട്ടാണ് ഹനുമാനെ പറ്റി പറയുന്നത്. അഞ്ജനാപുത്രൻ, അഞ്ജന, അല്ലേ? പഞ്ചം എന്ന് നമ്മൾ പറയും. പഞ്ചപ്രാണനുകളെ അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളെ അടക്കിയവനാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പഞ്ചപക്ഷി ശാസ്ത്രമൊക്കെ ശരയോഗം പഠിക്കുമ്പോൾ നമ്മൾ വിശദമായിട്ട് പഠിക്കും. പഞ്ചഭൂത സിദ്ധാന്തങ്ങൾ നമ്മൾ പഠിക്കും. ഇടകലൈ, അതേപോലെ ഇടശരം, വലശരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കുന്നുണ്ട്. അപ്പോൾ കാലാങ്കിനാഥൻ എന്ന് വെച്ചാൽ കാലം എന്ന് പറഞ്ഞാൽ ശ്വാസം, അങ്കി എന്ന് പറഞ്ഞാൽ ആഭരണം. ശ്വാസവിദ്യയിൽ പൂർണ്ണത നേടിയ ആളാണ്. നന്ദിദേവനിൽ നിന്ന് കാലാങ്കിനാഥൻ ഇത് സ്വീകരിച്ചു. ആ കാലാങ്കിനാഥനിൽ നിന്ന് തിരുമൂലർ, തിരു എന്ന് പറഞ്ഞാൽ മഹത്തായത്, സത്യമായത് എന്ന് പറയും. മൂലം എന്ന് വെച്ചാൽ പ്രധാനമായിരിക്കുന്നതെന്ന് പറയും. അതായത് കുണ്ഡലിനി ശക്തിയുടെ പരിപൂർണതയിൽ അല്ലെങ്കിൽ ചുഴിമുനയിൽ ശ്വാസത്തെ നിർത്തിയവൻ, അതായത് ഷഡാധാരങ്ങളെ ഭേദിച്ച് സഹസ്രാരയിൽ ശിവനുമായി യോഗം ചെയ്തവനാണ് തിരുമൂലർ എന്ന് പറയും. ആ തിരുമൂലരിൽ നിന്ന് അഗത്തീശൻ അദ്ദേഹത്തിലേക്ക് എത്തി എന്ന് ഒരു സമ്പ്രദായത്തിൽ പറയാറുണ്ട്. അപ്പം ശിവപാർവതിമാരിൽ നിന്നാണ് ഉണ്ടായത്. ഇനി ശിവപാർവതിമാരിൽ നിന്ന് ഇത് സുബ്രഹ്മണ്യന് ഉപദേശിച്ചു കൊടുത്തു എന്ന് മറ്റു ചില ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ഇനി ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്തുവെന്നും അത് പാർവതി പിന്നീട് മുനിമാർക്ക് ഉപദേശിച്ചു കൊടുത്തുവെന്നും സപ്ത ഋഷികൾക്ക് ഉപദേശിച്ചു കൊടുത്തുവെന്നും മറ്റു ചില ഗ്രന്ഥങ്ങളുണ്ട്. എന്താണെങ്കിലും ഇത് ശൈവമാണ്. ശരയോഗം ശൈവമാണ്. ശിവം എന്ന് പറഞ്ഞാൽ മംഗളകരമായത്, ഉണ്മയായത്, സത്യമായത് എന്നാണ് അർത്ഥം. എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും ഈ ശിവനുണ്ട്. നമ്മുടെ ഉള്ളിൽ ശ്വാസമുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രാണനുണ്ടെങ്കിൽ ആ ശ്വാസത്തെ, ആ പ്രാണനെ ആണ് ശിവചൈതന്യം എന്ന് നമ്മൾ പറയുക. മതങ്ങളുടെയൊക്കെ വന്ന കാലഘട്ടത്തിലൊക്കെയാണ് ഇത് പലതും തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുള്ളത്. മതാതീതമായ ആത്മീയത, അല്ലേ? നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന അനന്തമായ ശക്തി ചൈതന്യത്തെ കണ്ടറിയാനുള്ള വിദ്യയാണിത്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ജാതിയോ മതമോ ഒന്നും ഇതിൻ്റെ അകത്ത് വിഷയമല്ല. നിങ്ങളുടെ മതവിശ്വാസങ്ങൾ, നിങ്ങളുടെ ആചാരങ്ങൾ നിങ്ങൾ പിന്തുടരുമ്പോൾ പോലും നിങ്ങൾക്ക് ശരയോഗം ചെയ്യാം. അതൊന്നും നിർത്തേണ്ടതില്ല എന്നാണ് ഇതിൽ പറയുക. കാരണം ഈ പ്രാണൻ, ശ്വാസം എല്ലാ മതക്കാരിലുണ്ട്. എല്ലാ മതക്കാരിലും മതത്തിന് അതീതമായ മതം മനുഷ്യനിൽ ചാർത്തപ്പെട്ടതാണ്. മനുഷ്യത്വം അല്ലെങ്കിൽ സ്നേഹം, നന്മ, കൃപ, കാരുണ്യം ഇത് മനുഷ്യ സഹജമാണ്, അല്ലെ? സച്ചിദാനന്ദൻ എന്ന് ഈശ്വരനെ പറയാറുണ്ട്. സച്ചിത് ആനന്ദമാണ്. നന്മയും സ്നേഹവും കാരുണ്യവും ശക്തിയും ചൈതന്യവും ബോധവും ജ്ഞാനവുമാണ് ദൈവം, ഈശ്വരൻ എന്നാണ് സനാതന ധർമ്മം പറയുക. എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഈശ്വരീയ ചൈതന്യം ഉണ്ടെന്ന് പറയുന്നു. സർവഭൂതാന്തരാത്മാ ശിവ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജാതിമതവർഗ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ശ്വാസം ഉള്ള, ജീവൻ ഉള്ള, ഉള്ളിൽ പ്രാണചൈതന്യം, ശിവചൈതന്യമുള്ള ഏതൊരാൾക്കും അഭ്യസിക്കാവുന്ന വിദ്യയായിട്ടാണ് ശരയോഗത്തെപ്പറ്റി പറയുക. അപ്പോൾ ഇത് ഭാരതീയമായ സനാതനധർമ്മ പാരമ്പര്യത്തിലെ, ശൈവ പാരമ്പര്യത്തിലെ വിദ്യയാണിത്.
ശിവപാർവതിമാരിൽ നിന്ന് നന്ദിദേവരിലൂടെ, കാലാങ്കിനാഥനിലൂടെ, തിരുമൂലരിലൂടെ, പിന്നെ അഗസ്ത്യനിലൂടെ വന്നു എന്ന് ഒരു സമ്പ്രദായത്തിൽ പറയാറുണ്ട്. ഇത് സുബ്രഹ്മണ്യനിലൂടെ പ്രചരിച്ചുവെന്നും സുബ്രഹ്മണ്യൻ അഗസ്ത്യന് പറഞ്ഞു കൊടുത്തുവെന്നും മറ്റു ചിലങ്ങളിൽ കാണാം. ഇനി തിരുമൂലരിലേക്ക് ഇതെത്തി തിരുമൂലർ പ്രചരിപ്പിച്ചുവെന്ന് കാണാം. ഇനി സപ്തഋഷികളിലേക്ക് എത്തി സപ്തഋഷികൾ പ്രചരിപ്പിച്ചുവെന്ന് കാണാം. എന്താണെങ്കിലും ഇത് ശൈവ പാരമ്പര്യത്തിൽ വന്ന മഹാവിദ്യയാണ്. ഒരു മനുഷ്യൻ്റെ ഭൗതിക ആത്മീയ ജീവിതത്തിന് വിജയത്തിന് സഹായിക്കുന്ന വിദ്യയാണ് ശരയോഗം. അപ്പോൾ ശരയോഗം എന്ന് പറഞ്ഞാൽ ശരം, ശ്വാസം, പ്രാണൻ, ഇത് നമ്മുടെ ഉള്ളിലെ ജീവശക്തിയായ പ്രാണൻ ഈശ്വരൻ്റെ പരമാത്മാ ശക്തിയുമായി ഒന്നുചേരുന്ന വിദ്യയാണ് ശരയോഗം. ശരനൂലിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. ശരം, ശ്വാസം, പ്രാണൻ. നൂൽ എന്നുള്ളതിന് ശരീരം എന്നൊരർത്ഥമുണ്ട്, ശാസ്ത്രം എന്നൊരർത്ഥമുണ്ട്, നാഡി എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ശ്വാസത്തെ, അതിന് പിന്നിലെ സൂക്ഷ്മശക്തിയായ പ്രാണനെ ഇടാപിംഗള സുഷുമ്ന നാഡികളിലൂടെ കടത്തി, നാഡികളുമായി കണക്ട് ചെയ്യപ്പെടുന്ന ചക്രങ്ങളിലൂടെ, ഊർജ്ജകേന്ദ്രങ്ങളിലൂടെ കടത്തി, മൂലാധാരത്തിലെ മനുഷ്യബോധം, ഷഡാധാരങ്ങളെ ഭേദിച്ച് സഹസ്രാരത്തിലെ ശിവബോധമായി, ഈശ്വരബോധമായി, പരമാത്മാബോധവുമായി ഒന്നുചേരുന്ന വിദ്യയാണ് ശാസ്ത്രം എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ശരയോഗം, ശരനൂൽ യോഗം, സ്വരയോഗം, സ്വരം, അതായത് ഈ ഇടാപിംഗള നാഡികളിലൂടെ, ഇടാപിംഗള സുഷുമ്ന നാഡികളിലൂടെയുള്ള ശ്വാസത്തിൻ്റെ, പ്രാണൻ്റെ ആ ഒരു സഞ്ചാരത്തെ സ്വരം എന്ന് പറയാറുണ്ട്. ആ അർത്ഥത്തിൽ ഇതിന് സ്വരയോഗം എന്നും വിളിക്കാറുണ്ട്. നമ്മൾ ആ പേരുകൾ ഒന്ന് അതിൻ്റെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് ഈ ആധുനിക കാലഘട്ടത്തിലെ ശരയോഗത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്? നമ്മൾ അഷ്ടാംഗയോഗമൊക്കെ പഠിക്കണമെങ്കിൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ഇങ്ങനെയുള്ള ചില 8 നിയമങ്ങൾ കടക്കണമെന്നാണ് മഹർഷി പതഞ്ജലി അഷ്ടാംഗയോഗത്തെപ്പറ്റി പറയുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന പല യോഗവിദ്യകളും പഠിക്കണമെങ്കിൽ ശാരീരികമായിരിക്കുന്ന പല ടെക്നിക്കുകളും നമ്മൾ ചെയ്യണം. ശരയോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മുടെ ശരീരത്തെ ആയാസപ്പെടുത്തുന്ന ഒരു ടെക്നിക്കുകളും ഇതിൻ്റെ അകത്തില്ല. ഇതിൽ ശീർഷാസനമോ സർവാംഗാസനമോ ഹലാസനമോ ധനുരാസനമോ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് ഇരുന്നോ കിടന്നോ ഒക്കെ ഇത് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രസക്തി. ഏത് പ്രായത്തിലുള്ളവർക്കും, ഒരു 8 വയസ്സിന് മുകളിലുള്ള ഏതൊരാൾക്കും നമുക്ക് ശരയോഗം പ്രാക്ടീസ് ചെയ്യാം. ശരയോഗം ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ടൂളുകളൊന്നും നമുക്ക് വേണ്ട. മനസ്സിലായില്ലേ? എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്നൊരു മുറിയിലോ നിങ്ങളുടെ യാത്രയിലോ ഒക്കെ ഇത് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പൂജകൾ പഠിക്കുകയാണെങ്കിൽ, ഇപ്പോൾ താന്ത്രികതയിൽ ബാഹ്യപൂജകൾ, കൗളമാർഗത്തിലെ പൂജകൾ പഠിക്കുകയാണെങ്കിൽ ഹോമകുണ്ഡം വേണം, അല്ലേ? നമ്മൾ ദീപം വേണം, ധൂപം വേണം, നൈവേദ്യം വേണം, വിളക്ക് വേണം, അല്ലെ, മണിയടിയൊക്കെ വേണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെയാണ് ആ ഈശ്വരനെ അല്ലെങ്കിൽ ആ ദൈവത്തെ, ആ ദേവതയെ പ്രസാദിപ്പിക്കുക. അത് തന്ത്രശാസ്ത്രത്തിൻ്റെ വഴിയാണ്. ശരയോഗത്തിൻ്റെ ഒരു വലിയൊരു പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂളും ഒരു ഉപകരണവും നമുക്ക് ആവശ്യമില്ല. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ, ഉപകരണം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ശ്വാസമാണ്. ഈ ശ്വാസം നമുക്കറിയാം, നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ അമ്മയുടെ പൊക്കിൾക്കൊടിയിലൂടെയാണ് നമുക്ക് വേണ്ട പോഷകങ്ങളും ഓക്സിജനും ഒക്കെ അമ്മ തരിക. അതിനുശേഷം നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ, ഭൂജാതനാകുമ്പോൾ, ആ നിമിഷം മുതൽ പ്രപഞ്ച പ്രാണൻ, ഈ പ്രപഞ്ചത്തിനൊരു ശ്വാസമുണ്ട്, പ്രപഞ്ചത്തിനൊരു താളമുണ്ട്, പ്രപഞ്ചത്തിനൊരു പ്രാണനുണ്ടെന്നാണ് ശരയോഗം പറയുക. ഇത് സൂക്ഷ്മമാണ്. അപ്പോൾ നിങ്ങൾ ശരയോഗം ചെയ്ത് വളരെ ഡീപ്പായ അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഈ ഭൂമി ശ്വസിക്കുന്നത് നമുക്കറിയാൻ പറ്റും. നമ്മൾ ഓരോ വസ്തുവിനെയും കാണുമ്പോൾ, നമ്മൾ ഭൂമിയിലൂടെ, പൃഥ്വിയിലൂടെ നടക്കുമ്പോൾ ആ പൃഥ്വിയുടെ ചൈതന്യം നമുക്കറിയാൻ പറ്റും. ജലത്തെ കാണുമ്പോൾ അതിൻ്റെ താളം, ശക്തി, ചൈതന്യം നമുക്കറിയാൻ പറ്റും. വായുവിൽ, ആകാശത്തിൽ, അഗ്നിയിൽ, സർവ്വതിലും നമുക്കിത് ദർശിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് വരും. അപ്പോൾ ഇതിൻ്റെ പ്രസക്തി പറഞ്ഞത്, നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള പരിശീലനങ്ങളുമില്ല, പ്രത്യേകിച്ച് നിയമങ്ങളോ വ്രതങ്ങളോ ഇല്ല. വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ ആയിരിക്കുന്ന ഒരാൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ബ്രഹ്മചര്യവ്രതം ആവശ്യമില്ല. നിങ്ങളുടെ ഗൃഹസ്ഥാശ്രമ ജീവിതം, ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ട് തന്നെ ഇത് ചെയ്യാം. ശരിക്കും ചില ഗ്രന്ഥങ്ങളിൽ പറയും, നിങ്ങൾ മദ്യപാനാണെങ്കിലും പുകവലിക്കാരനാണെങ്കിലും എന്ത് സ്വഭാവദൂഷ്യമുള്ള ആളാണെങ്കിലും ശരയോഗം ചെയ്തു തുടങ്ങാമെന്നാണ്. ഇപ്പോൾ നിങ്ങൾ വേദാന്ത ദർശനം പഠിക്കാൻ പോയാൽ, അല്ലെങ്കിൽ തന്ത്രയിലെ ചില ടെക്നിക്സ് പഠിക്കാൻ പോയാൽ അതിന് ആദ്യം നിയമങ്ങളുണ്ട്, യമനിയമങ്ങൾ എന്നൊക്കെ പറയും. അതൊക്കെ പാലിച്ചു വന്നൊരു സ്വഭാവശുദ്ധിയൊക്കെ വന്നിട്ട് അങ്ങനെയുള്ള ടെക്നിക്കുകൾ, പരമ്പരകൾ പഠിപ്പിക്കാറുള്ളൂ. ശരയോഗത്തെപ്പറ്റി പറയുന്നത് ഏതൊരാൾക്കും പഠിക്കാം എന്നുള്ളതാണ്. അവൻ എന്ത് സ്വഭാവ ദൂഷ്യമുള്ള ആളാവട്ടെ. പക്ഷേ ആ സ്വഭാവ ദൂഷ്യത്തിൽ നിങ്ങൾ തുടങ്ങും, പക്ഷേ അവസാനം നിങ്ങളിലുള്ള ഈ ദുശീലങ്ങൾ മാറും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലെ ദുശീലങ്ങൾ മാറും, നമ്മുടെ ഉള്ളിലെ സുശീലം ഉണർന്നു വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രത്യേകിച്ചും ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് വളരെ പ്രസക്തമാണിത്. ചില സാധനങ്ങളൊക്കെ ചെയ്യാൻ ഒരുപാട് സമയം വേണം, ഒരുപാട് മണിക്കൂറുകൾ വേണം. ശരയോഗം വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ സമയത്തിൻ്റേതായിരിക്കുന്ന പ്രശ്നമില്ല.
എപ്പോഴും ചെയ്യാം, ഏത് രാത്രിയോ പകലോ ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ആദ്യഘട്ടത്തിൽ പരിശീലിക്കുമ്പോൾ നമ്മളുടെ ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ ചില ഊർജ്ജ വ്യായാമങ്ങളൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ പ്രാണനെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയുള്ള ചില പ്രത്യേക മുദ്രകളോട് കൂടിയ ക്രിയകൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കും. അതൊക്കെ പരിശീലനത്തിൻ്റെ ഭാഗമാണ് അല്ലേ. നമ്മൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതണമെങ്കിൽ 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും കടന്ന് 5, 6, 7, 8, 9, 9ാം ക്ലാസ് കടന്നാലേ 10ാം ക്ലാസ്സിലെത്താൻ പറ്റും. അപ്പോൾ യഥാർത്ഥത്തിൽ ശരയോഗത്തിൽ ഒന്നുമില്ല, ഈ ശ്വാസത്തെ നിരീക്ഷിച്ചിരിക്കലാണ്. പിന്നീട് ആ ശ്വാസത്തിന് പിന്നിലെ പ്രാണനെ നിരീക്ഷിക്കലാണ്. പ്രാണന് പിന്നിലെ ഊർജ്ജത്തെ, സ്പന്ദനത്തെ അറിയലാണ് യഥാർത്ഥ ശരയോഗം എന്ന് പറയാം. പക്ഷേ ആ 10ാം ക്ലാസ്സിലേക്ക് എത്തണമെങ്കിൽ ആദ്യം ശരീരത്തിന് ചില പരിശീലനങ്ങൾ കൊടുക്കണം. മനസ്സിനെ നിയന്ത്രിക്കുന്നതിനുള്ള പരിശീലനങ്ങൾ വേണം. ബുദ്ധിയെ ഏകാഗ്രമാക്കുന്നതിനുള്ള ചില പരിശീലനങ്ങൾ വേണം. ഇടാപിംഗള സുഷുമ്നാ നാഡികൾ ചക്രങ്ങളിലൂടെ പ്രാണനെ കടത്തിവിടാനുള്ള ചില പരിശീലനങ്ങൾ വേണം. അങ്ങനെയുള്ള പരിശീലനങ്ങൾ ചെയ്ത് ആത്യന്തിക തലത്തിലേക്ക് പോകുമ്പോൾ മറ്റെല്ലാം നിൽക്കും. നമ്മൾ ശ്വാസത്തിൽ നമ്മുടെ ചുഴിമുന എന്ന് പറയും, സുഷുമ്നയിൽ നമ്മൾ പൂർണ്ണമായും നമ്മളുടെ ബോധം അവിടെ നിലനിർത്തുന്ന ഒരു സിമ്പിൾ ടെക്നിക്കായിട്ട് ഇത് മാറും. ശരയോഗത്തിൻ്റെ കാലിക പ്രസക്തി എന്ന വിഷയം നമ്മൾ ചുരുക്കുമ്പോൾ, ഈ വിദ്യ പഠിക്കുന്നതിന് പ്രത്യേകിച്ച് നമുക്ക് വലിയ അറിവുകളൊന്നും വേണ്ട. വലിയ ഇൻ്റലക്ച്വൽ പവറുള്ളവർക്ക് മാത്രമേ, ബുദ്ധിപരമായ കഴിവുള്ളവർക്ക് മാത്രമേ ശരയോഗം ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയല്ല. നമ്മളിപ്പോൾ തന്ത്രശാസ്ത്രത്തിലെ ചില വിദ്യകൾ പഠിക്കണമെങ്കിലോ ഇപ്പോൾ വേദാന്ത ശാസ്ത്രം പഠിക്കണമെങ്കിലോ ഒക്കെ അങ്ങനെ ഒരു ബുദ്ധിപരമായ കഴിവ് കൂടി വേണം. ഇപ്പോൾ ഇഹാമുത്ര ഫലഭോഗ വിരാഗം, ശമതമാതി സാധന ഷൽക്ക സമ്പത്തി, വൈരാഗ്യം, അങ്ങനെ തുടങ്ങിയ ചില പ്രത്യേക നിയമങ്ങൾ നമ്മൾ സാധാരണ വേദാന്ത ശാസ്ത്രം പഠിക്കാൻ പോകുമ്പോൾ ഉണ്ട്. അങ്ങനെ ഓരോ ശാസ്ത്രങ്ങൾക്കും അതിൻ്റെ അധികാരി ലക്ഷണം എന്ന് പറയാറുണ്ട്. ഇന്ന ലക്ഷണങ്ങൾ, ഇന്ന കഴിവുകൾ ഉണ്ടെങ്കിലാണ് അതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. ശരയോഗം പണ്ഡിതനോ വാമരനോ പഠിക്കുക. നിങ്ങൾക്കൊന്നും അറിയില്ല, നിങ്ങൾക്ക് അക്ഷരം പോലും അറിയില്ല എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ശരയോഗം ചെയ്യാം. കാരണം നിങ്ങൾക്ക് ശ്വാസം ഉണ്ടല്ലോ. ഈ ശ്വാസത്തെ അറിയലാണ്. നേരത്തെ പറഞ്ഞ പോലെ ശ്വാസത്തിന് പിന്നിലെ പ്രാണൻ, ആ പ്രാണനുമായിട്ട് കണക്ട് ചെയ്യുന്ന മഹാശക്തി ചൈതന്യം, ആ പരബ്രഹ്മത്തെ അറിയലാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ 1 മിനിറ്റിൽ ഒരു 15 തവണയാണ് നമ്മളുടെ ശ്വാസഗതി. അത് 1 മണിക്കൂറിൽ ഒരു 900 വരും ഏകദേശം അല്ലേ. അതൊരു ദിവസമാകുമ്പോൾ ഇൻറ്റു 24 21,600 അങ്ങനെ ഒരു കണക്ക് നമ്മുടെ ശ്വാസത്തെ പറ്റി പറയാറുണ്ട്. അപ്പോൾ ശ്വാസം സദാ ഉള്ളൊരു സംഗതിയാണ്. നമ്മൾ ഉണ്ണുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും ശാന്തമായിരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എപ്പോഴും ശ്വാസമുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിൽ എപ്പോഴുമുള്ള ഈ ശ്വാസത്തെ നമ്മൾ അറിയുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ ശ്വാസത്തെ നിങ്ങൾ അറിയുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലേ. ഈ ജീവശക്തി നമ്മൾ അറിയുന്നില്ല. ഈ ശ്വാസത്തിൻ്റെ ഉള്ളിൽ, ശ്വാസത്തിൻ്റെ സൂക്ഷ്മതയിലാണ് പ്രാണനുള്ളത്. അതുകൊണ്ട് ശരശാസ്ത്രത്തിന്, സ്വരയോഗത്തിന്, ശരയോഗത്തിന് പ്രാണവിദ്യ എന്നൊരു പേരുമുണ്ട്. ഇതാണ് അടിസ്ഥാന വിദ്യ. ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് ഒരുപാട് വിദ്യകളുണ്ട്. പ്രാണവിദ്യ യഥാർത്ഥത്തിൽ പ്രാണവിദ്യയാണ് മഹാദേവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്തത്. പ്രാണവിദ്യ, അതിൽ നിന്നുണ്ടായ അനേക വിദ്യകൾ പറയാറുണ്ട്. ഇപ്പോൾ ചിന്താർമണി വിദ്യ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. നമ്മളിന്ന് കാണുന്ന സിദ്ധവൈദ്യത്തിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം അതാണ്. ചിന്താർമണി വൈദ്യം, ചിന്താർമണി വിദ്യ എന്ന് പറയും. ശരയോഗത്തിൽ നിന്നുണ്ടായതാണ്. കായകൽപ്പ വിദ്യയുണ്ട്. കായം എന്ന് പറഞ്ഞാൽ ശരീരം, കൽപ്പം എന്ന് പറഞ്ഞാൽ 432 കോടി വർഷം. അത്രത്തോളം വർഷം ശരീരത്തിൽ നിലനിർത്താൻ ഉള്ള മഹാ ടെക്നിക്കുകളെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെയുള്ള മഹായോഗികൾ ഇപ്പോഴും ഹിമാലയത്തിലും തിരുവണ്ണാമലയിലും ഒക്കെ, അങ്ങനെ ഭാരതത്തിൻ്റെ പല ഗൂഢസ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള യോഗികൾ ആയിരക്കണക്കിനോ 10,000-കണക്കിനോ വർഷങ്ങളായിട്ട് സ്വശരീരത്തെ കായകൽപ്പ രീതിയിൽ ഇരുത്തിയിട്ടുണ്ടെന്നാണ് പറയുക. അതവർക്ക് ഈ പറയുന്ന ശരയോഗ വിദ്യ അത് അഭ്യസിച്ച് പ്രാണനിയന്ത്രണം വന്നിട്ട് സാധിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ സദാ നടക്കുന്ന ശ്വാസം, ആ ശ്വാസം അതിലെ ജീവശക്തി കൊണ്ടാണ് നമ്മളുടെ ആന്തരികാവയവങ്ങളും ബാഹ്യാവയവങ്ങളും പ്രവർത്തിക്കുന്നത്. എന്നാൽ എന്താണ് നമ്മുടെ ഉള്ളിലെ പ്രാണനെന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മളിന്ന് പലതരത്തിലുള്ള ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, അനാരോഗ്യങ്ങൾ ഒക്കെ അനുഭവിക്കുന്നു. എന്നാൽ ഈ പ്രാണനെ നമ്മളൊന്ന് അറിഞ്ഞാൽ, നമ്മുടെ ഉള്ളിലെ ഈ ഡിവൈൻ പവറുമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുമെന്നാണ് ശരയോഗം നമ്മളെ പഠിപ്പിക്കുന്നത്. സദാ ഉള്ള ഒരു സംഗതിയാണ് ശ്വാസം. ശ്വാസത്തെ നമ്മൾ അറിയുന്നില്ല. ഇപ്പോൾ ശ്വാസം ക്രമാതീതമാകുമ്പോൾ, നമുക്ക് ദേഷ്യം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, വികാരവിക്ഷോഭങ്ങൾക്ക് വിധേയരാകുമ്പോൾ ശ്വാസം ക്രമരഹിതമായിരിക്കും. നമ്മൾ ധ്യാനിക്കുമ്പോൾ, നല്ല പാട്ട് കേൾക്കുമ്പോൾ, അങ്ങനെ ഏറ്റവും നല്ലതായ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ശ്വാസം ശാന്തമായിരിക്കും. അപ്പോൾ മനുഷ്യൻ്റെ ചിന്താഗതിയും ആ മനസ്സും ശ്വാസവും ഒക്കെ ആയിട്ട് ബന്ധമുണ്ടെന്നാണ് പറയുക. അപ്പോൾ ശ്വാസത്തെ നിയന്ത്രിച്ചാൽ
അതിന് പിന്നിലെ പ്രാണനെ അറിയാൻ കഴിഞ്ഞാൽ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും. മനോനിയന്ത്രണം ഉള്ള ഒരാൾക്ക് ഭൗതിക രംഗത്തും ആത്മീയ രംഗത്തും പൂർണ്ണമായി വിജയിക്കാൻ കഴിയും എന്നാണ് യോഗികൾ പറയുക. അതിനുള്ള സിമ്പിളായൊരു വിദ്യയാണ് ഈ നമ്മളീ പറയുന്ന ശരയോഗം എന്ന് പറയുക. അപ്പോൾ കാലിക പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും പഠിക്കാം. ജാതിമത വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. പണ്ഡിതനോ പാമരനോ എന്നില്ല. നമ്മളെ ക്ലേശിപ്പിക്കുന്ന യാതൊരു വിധത്തിലുള്ള പ്രാക്ടീസുകളും ഇതിലില്ല. ശ്വാസത്തെ നിരീക്ഷിക്കലാണ് ഇതിൻ്റെ ആത്യന്തികമായ തലം എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് വ്രതങ്ങളില്ല, പ്രത്യേകിച്ച് നിയമങ്ങളില്ല. നോൺ വെജോ കഴിക്കുന്നവർക്കും വെജിറ്റേറിയൻ കഴിക്കുന്നവർക്കും പുകവലിക്കുന്നവർക്കും മദ്യപാനികൾക്കും ഒക്കെ എല്ലാവർക്കും ചെയ്യാമെന്നാണ് പറയുക. പക്ഷെ ചെയ്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഉയർന്ന തലത്തിലേക്ക് വരുമ്പോൾ, കാരണം ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? മദ്യപിക്കുന്നതും പുകവലിക്കുന്നതും ശരീരത്തിന് രോഗം ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം. എങ്കിലും നമ്മളതിൽ ആസക്തരാണ്. കാരണം അതിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖം, ഒരു രസം അല്ലേ നമ്മുടെ തലച്ചോറിലെ നാഡികളെ ഉത്തേജിപ്പിക്കും. പക്ഷെ അത് മദ്യപാനവും പുകവലിയും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും നമ്മളെ നശിപ്പിക്കുകയാണ് ചെയ്യുക, രാസലഹരികൾ. എന്നാൽ ശരയോഗം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ആനന്ദം ഉണ്ടാവും. അത് ബാഹ്യത്തിൽ നിന്ന് കിട്ടുന്നതല്ല, ആന്തരികതയിൽ നിന്ന് വരുന്ന ആനന്ദമാണ്. ശരയോഗം ശാന്തിയോടെ, സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, ആനന്ദത്തോടെ, ഭൗതിക ജീവിതം ഉപേക്ഷിക്കാനല്ല, വിവാഹിതനായി മക്കളൊക്കെ ഉണ്ടായി ധനധാന്യ സമ്പദ് സമൃദ്ധിയോടെ, ആയുരാരോഗ്യ ഐശ്വര്യത്തോടെ ഭൗതിക ജീവിതത്തെ സുഖസമ്പന്നമാക്കാനാണ് ശരയോഗം പഠിപ്പിക്കുന്നത്. അതോടൊപ്പം ആത്മീയമായ ആനന്ദവും നമുക്ക് ഓരോ നിമിഷവും, മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്ന ആനന്ദമല്ല, ശരയോഗം ചെയ്യുമ്പോൾ മുതൽ ഈ നിമിഷത്തിൽ പൂർണ്ണമായ ആനന്ദത്തോടെ, അല്ലലില്ലാതെ, അലട്ടലില്ലാതെ, ദുഃഖങ്ങളില്ലാതെ, ദുരിതങ്ങളില്ലാതെ, രോഗങ്ങളില്ലാതെ, പൂർണ്ണ ശാന്തിയോടെ, സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയും. ആ മഹാവിദ്യയാണ് നമ്മൾ പഠിക്കുന്നത്. നമസ്തേ.